അൺലിമിറ്റഡ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഡാൻസ് കാണാനും അവരുടെ പാട്ട് കേൾക്കാനും അവരുടെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതാണ് നമ്മുടെ കട്ടുറുമ്പ് ഷോയുടെ വിജയം. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗസ്റ്റ് പറയുകയാണ് എനിക്ക് ഇവിടുന്ന് പോകണ്ട, എനിക്ക് കുറച്ചുകൂടി ദിവസം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഗസ്റ്റ് അല്ല, നമുക്ക് അറിയാം മെറീന അവിടെ പുറകിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മെറീന. എന്താണ് ഷൂട്ടിങ്ങിനൊന്നും പോകാതെ ഇവിടെ കട്ടുറുമ്പുകളുടെ കൂടെ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതി എന്നാണോ? പോണ്ടേ ഷൂട്ടിങ്ങിന്? ഇവിടെ തന്നെ കൂടാന്ന് വിചാരിച്ചല്ലേ? അതിന്റെ ഒരു തോട്ട് വരാൻ കാരണം എന്താ? നല്ല എനർജി അല്ലേ, പോസിറ്റീവ് എനർജി. കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ തന്നെ എല്ലാ ടെൻഷൻസും നമ്മൾ മറക്കാണ്, എല്ലാ കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും അംഗരാജ്യത്തെ ജിമ്മന്മാരെ കുറിച്ചിട്ട്, അതിൽ മെറീനയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പിലാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ്? ആക്ച്വലി സ്ട്രെയിറ്റ് ഹെയർ ആണ്. അതാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് അല്ലേ? അതാണ് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉള്ളത്. വേറൊരു ലുക്ക് പരീക്ഷിക്കുക എന്നുള്ളതാണ്. ആൻഡ് മരിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, ഓപ്പോസിറ്റ് ടു അനുമോഹൻ. ഓക്കെ. അപ്പോൾ മെറീനയുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എബിയിലാണെങ്കിൽ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ലുക്കേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. പിന്നെ ചങ്സിൽ വന്നപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ വീണ്ടും ഒരു ഡിഫറെന്റ് അച്ചയറിലാണ് വരാൻ പോകുന്നത്. അപ്പൊ അതൊരു ലക്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഭാഗ്യമാണ്. അതെ. അപ്പൊ എന്തായാലും മലയാളികളുടെ ഇഷ്ട നായികയായിട്ട് അങ്ങനെ മലയാള സിനിമയിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ പറ്റട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. നമ്മുടെ കട്ടുറുമ്പിന്റെ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. മെറീന, നമുക്കൊരു ഡബ് സ്മാഷ് കാണാനുള്ള സമയമായിരിക്കാണ്. നമ്മള് ഇപ്പൊ കാണാൻ പോകുന്നത് മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ ദിലീപേട്ടന്റെ ഒരു അടിപൊളി ഡബ് സ്മാഷ് ആണ്. അതിൽ ദിലീപേട്ടൻ മാത്രമല്ല, തിലകൻ ചേട്ടനുണ്ട്, പിന്നെ ജഗതി ചേട്ടനുണ്ട്. ഇവര് മൂന്നുപേരും വരുമ്പോ പിന്നെ അറിയാലോ, പിന്നെ നമ്മുടെ കട്ടുറുമ്പുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പൊ എന്തായാലും മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ അടിപൊളി ഡബ് സ്മാഷുമായി നമ്മുടെ കട്ടുറുമ്പുകൾ എത്തുന്നു. ഞാൻ മദയാന മദയാന ആരാ ചേട്ടാ? ആരാ ആരാ ആരാ? എന്റെ മോനാ. അതല്ല, ചേട്ടനാരാ? തോട്ടി കണ്ടാൽ അറിയില്ലേ? അതിന് ഇതിലേതാ തോട്ടി? ഇത് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇതാണ് തോട്ടി. ഓ, ഇതാണോ തോട്ടി? ശരി, ചേട്ടൻ ആരാ? അടിച്ചങ്ങാണ് ഞാൻ പോട്ടിക്ക് പറഞ്ഞു. ആരീ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്നെ? എന്റെ മോനെ ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, കുഞ്ഞു വാവകളൊക്കെ ഇങ്ങനെ വഴക്ക് പറയാൻ പാടുണ്ടോ? പിന്നെ അവരെ നല്ല സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ചെന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം. ചെന്ന് കേറി കൊടു, കൊമ്പയിലിരിക്കും. കൊമ്പയിലോ? എന്താ? എന്റെ പൊന്നു കൊച്ചേ, ഈ മോനെന്ന് പറഞ്ഞതേ ഈ ഇള്ള കുഞ്ഞെന്നല്ല, പിന്നെ മുട്ടക്കാട്ട വലിയൊരു ആനയാണ്. കൊമ്പില്. ആനയോ? പിന്നെ അപ്പൊ ഇത് ആനപ്പാപ്പാനാണ്. ഞാനൊരു ആനപ്പാപ്പാനെ നേരിട്ട് കാണാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. ചേട്ടാ, എനിക്കുണ്ടല്ലോ, ആദ്യം തന്നെ ഈ ആനയുടെ പേരെന്താണ്? ആനയുടെ പേര് മക്ബൂൽ ഉണ്ണി തോമസ്. മക്ബൂൽ ഉണ്ണി തോമസോ? അതെന്ത് പേരാ? അത് മതസൗഹാർദ്ദം. ഓ, ഏത് മതത്തിന്റെ പ്രോഗ്രാമിന് വേണമെങ്കിലും പോവാലോ. അങ്ങനെ ഇതൊരു വെറൈറ്റി പേര്. ഇതുവരെ കേരളത്തിലല്ല, ലോകത്തിലൊരു ആനയ്ക്ക് ഇങ്ങനത്തെ ഒരു പേരുണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് ആന? കോൺഗ്രസ് ആനയോ? അതെന്താ സംഭവം? കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്? അതെ, ഞാൻ സംഭവം പറഞ്ഞതാ. ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഈ ആനനെ ഇലക്ഷൻ വർക്കിന് വിട്ടായിരുന്നു. അപ്പൊ അവന് നല്ലോണം അറിയാം ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതാണെന്നും കോൺഗ്രസ് എന്ന വലതാണെന്നും. ഇപ്പൊ അങ്ങനെ പറഞ്ഞാലേ അവരനുസരിക്കൂ. അതെയോ? അപ്പൊ ഇടത് വലതെന്നൊക്കെ പറയുന്ന പാറ്റേൺ ഒക്കെ നമ്മൾ അങ്ങ് മാറ്റിയല്ലേ? കോൺഗ്രസ് ആണ്. ശരി. പിന്നെ ഈ ആനപ്പാപ്പനാന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ ആനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ കുട്ടികൾ കേക്കട്ടെ. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ട് ആനപ്പ ഏത് ലക്ഷണത്തിലാണെന്ന് അതല്ല ചേട്ടാ പറഞ്ഞത്. ആനയുടെ ലക്ഷണം എന്തുകൊണ്ട് നമ്മൾ പറയില്ലേ, ലക്ഷണം മൊത്തം ആനയെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയും. എന്താണത്? അയ്യേ, അഞ്ചാം ക്ലാസ്സിൽ ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇതൊന്നും പഠിക്കാതെ കുറ്റി മറിച്ച് വന്നേക്ക. അങ്ങനെ ചേട്ടന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാ. ഞാൻ പറഞ്ഞതാ, ആനയ്ക്ക് മുറം പോലെ രണ്ട്
ചെവികളുണ്ട്. ഓക്കെ ആ ആനക്ക് മുട്ടക്കാട്ടം വലിയൊരു തുമ്പിക്കൈയുണ്ട്. ഓക്കെ 2 കൊമ്പുണ്ട്. കൊമ്പുണ്ട് 2 കണ്ണുണ്ട്. ഇതൊക്കെ എല്ലാ ആനയ്ക്കും ഉള്ളതല്ലേ ചേട്ടാ? ഒരു സുണ്ടുണ്ട്. സുണ്ടോ? സുണ്ടാ? സുണ്ടെന്ന് വെച്ചാ അത് ഇത് ഓ പല്ലിന്റെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പല്ലിന്റെ വിടവ് ചൂ വരില്ല, സൂവേ വരുള്ളൂ. ഷൂ വരില്ല. സുണ്ടുണ്ട്. ആ, ആ ചുണ്ട് ചുണ്ട് ചുണ്ട്. ആ ഓക്കേ. ചേട്ടാ ഈ നെറ്റിയിൽ എന്തോ ഒരു പാട്. അതെ, കൊല്ലങ്കോട് അമ്പലത്തില് ആ ഞാൻ ഇങ്ങനെ പോയപ്പോ ആ. തിടമ്പ് വെച്ച് ഇങ്ങനെ ഉവ്വ, ഉവ്വ, ആ, ആനയുടെ ആനപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ പുറത്ത്. ആ, ആ, പോവാണ്. ആർച്ച് ചെന്ന് ഒരൊറ്റ ഇടി. അതൊന്ന് സൂക്ഷിച്ച് ഒന്ന് താന്നു കൊടുത്തു പോരാന്നോ ചേട്ടാ? ആ വിചാരിച്ച ആന താഴ്ന്നു കൊടുക്കുന്നു. ചളി ചളി ഇതൊക്കെ സ്ഥിരം കോമഡിയിൽ ഞങ്ങൾ കേട്ട് കേട്ട് മടുത്തിരിക്കുന്ന സാധന. പക്ഷെ ഈ കോമഡി ആന കേട്ടിട്ടില്ലല്ലോ. ചേട്ടൻ ഈ ചളി അടിച്ചോണ്ടിരിക്കാതെ നിക്കണേ. പോവല്ലാണ്. ദേ, ആന ആന അങ്ങോട്ട് ആന വരും. അലറലോട് ആ, എന്റെ അലറലാണ്. സ്വഭാവം അറിയാലോ. ചേട്ടാ പോയിട്ട് ആനേനെ അടക്കിട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ ഡബ് സ്മാഷ് ചെയ്യാനായിട്ട് റെഡി ഞാൻ ആയിട്ടിരിക്കുകയാണ്. 2 അടി കൊടുത്തിട്ട് വരാം. ആ, ഓക്കേ, പെട്ടെന്ന്. പെട്ടെന്ന് കിട്ടാണ്ട് നോക്കിക്കോളാൻ പറ. അപ്പൊ ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ നമ്മുടെ മീനത്തിൽ താലികെട്ടിന്റെ ഡബ് സ്മാഷുമായി കുറുമ്പന്മാർ ഇവിടെ റെഡിയാണ്. എവിടെടി അവൻ? ആ ഞാനും കണ്ടില്ല. അവനിപ്പോ വരൂന്നേ. ആ അല്ല, മരുമോള് കളത്തിലിറങ്ങിയല്ലേ? ആ കൊള്ളാം. ആ നല്ല അസല് ചായ. ആ, ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഉം? എന്ന ഭാവം വേണ്ട. അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയണ്ടല്ലോ. ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം ഇട്ടെടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തിലാ 4 ഓമനിക്ക് ഭക്ഷണം കൊടുത്തു വിട്ടത്. അയ്യോ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കൊറേ കാലായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റണത്. എന്താ ഇത്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷം? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷ് ലീവാണല്ലോ. ഡാ, സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാണൊന്നും വേണ്ട. ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്ത ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അത് അച്ഛൻ തൊടണ്ട. വേണ്ട, ഇങ്ങോട്ട് താടാ നീ. വേണ്ട. ചെക്കൻ വന്ന് കേറിയില്ല, അവന്റെ മെക്കിട്ടുകാരൻ. ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ? ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. ആ വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് വേണ്ടടോ. താനെന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയിൽ തിളച്ച വെള്ളം കൂടി ഒഴിക്കും. ഇങ്ങോട്ട് തരിക. പൂവ് ഭീമസേന ഭാര്യയ്ക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ? കൊടുക്ക. ലടുക്കിക്കോ. ദേക്കാ തോ ഐസാ ലഗാ. എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെയാ. ഗുഡ് നൈറ്റ്. എന്താ ഗുഡ് നൈറ്റോ? നീ ഇതൊരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നുണ്ടോ? എന്തേ? അല്ല, ജുബാക്കിട്ടൊരു കാഥികന്റെ സ്റ്റൈലില്. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാ കേട്ടോ. മുറിയിൽ എന്താ ആപ്പിള് ഓറഞ്ചൊക്കെ? നിനക്ക് വല്ല അസുഖം? ആശുപത്രിയിലെ പ്രസവ വാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല, മാലു. മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്ന് പോലെ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പൊ അവളോ? അവൾ അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങണേ കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. കയറി കിടക്കണ. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. മതി മതി, പതുക്കെ. ഡേ, പകുതിയെങ്കിലും. ഞാൻ കുടിച്ചെന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? മെറീന, നമ്മുടെ ഈ കുട്ടി പട്ടാളങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? നല്ല സീക്വൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് യൂട്യൂബിൽ ഒരുപാട് തവണ കണ്ട വീഡിയോ ആണ്. സോ എനിക്ക് അതിൽ ഓരോ സീൻസ് അവർ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഡയലോഗ്സ് മെറീനയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് ഭയമായിട്ട് ലൈക് കൊടലുമാല എടുക്കുമെന്ന് പറഞ്ഞത് തിലകൻ ചേട്ടാ ഒന്ന് പറഞ്ഞേ. മാലു നിന്നെ കൊടലുമാല ഞാൻ എടുക്കും.
ആ സീൻ കണ്ടിട്ടുണ്ടോ? ശരിക്കുള്ള സിനിമയുടെ സീൻ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടില്ല, യൂട്യൂബിൽ പോയി കണ്ടിട്ടുണ്ട്. ആ സീൻ കണ്ടോ? ഇഷ്ടായോ അവര് ചെയ്തേക്കണേ? ഇഷ്ടമാണ്. ഇനി സിനിമയും പോയി കാണണം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാവും. നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്തത്. ആശിഷും നന്നായിട്ട് ചെയ്തു. പിന്നെ ജഗതി ചേട്ടന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതെ, താങ്ക് യു. പൂ എടുത്തിട്ടുള്ള ആ ഒരു ഭാവമാറ്റമൊക്കെ എല്ലാം ആ കുഞ്ഞു മുഖത്തിൽ ആകെ ഒരു ഇച്ചിരി മുഖമുള്ളൂ, അതിലെല്ലാം വരുന്നുണ്ട്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പിന്നെ നിങ്ങള് അമ്മയും ഭാര്യയായിട്ടൊക്കെ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും നന്നായിരുന്നു. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് കടക്കാം. സംസാരം ഒന്നും വേണ്ട, സ്റ്റാർ എടുക്കാനാണ് കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. എത്ര സ്റ്റാർ വേണം? എനിക്ക് കൺഫ്യൂഷൻ ആയി എത്ര സ്റ്റാർ കൊടുക്കണം എന്ന്. എവരി ഗുഡ്. എവരി ഗുഡോ? അപ്പൊ ഈ പ്രാവശ്യം 3 തന്നാ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഉഴപ്പോ? പ്രോമിസ്? പ്രോമിസ്. ഓക്കെ, അപ്പൊ ദാ പിടിച്ചോ 3 stars. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് കുട്ടി വാർത്താ സെഗ്മെന്റ് ആണ്. നമ്മുടെ കുട്ടി കുറുമ്പന്മാര് ഇവിടെ വന്നിട്ട് രസകരമായിട്ട് വാർത്ത വായിക്കും. അവരുടെ വായിൽ നിന്ന് ആ വാർത്ത വായിക്കുന്നതൊക്കെ നല്ല ഭംഗിയാണ്. അപ്പൊ അങ്ങനെ ഒരു മനോഹര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവാണ് കട്ടുറുമ്പ് കുട്ടി വാർത്ത. നമസ്കാരം, കുരുത്തക്കേട് വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഞാൻ ക്രിസ്റ്റോ നെടുവര, അടിയിൽ അടിവര. പ്രധാന വാർത്തകൾ. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകൻ കേളപ്പൻ മാഷിന് അവാർഡ്. വാർത്തകൾ വിശദമായി. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനായ കേളപ്പൻ മാഷ് എല്ലാ വാരികയിലും വരുന്ന മോട്ടുമൊയിലിന് വീട്ടിലേക്ക് പോകാനുള്ള കൃത്യമായ വഴി കാണിച്ചു കൊടുത്തതിനാണ് അവാർഡ് കിട്ടിയത്. അടുത്ത വാർത്ത. മോഷണ വിരുദ്ധനെ നാട്ടുകാർ ചേർന്ന് പിടിച്ചു. വാർത്തകൾ വിശദമായി. ഇന്നലെ രാത്രി 12 മണിക്ക് കപ്പത്തോട്ടത്തിൽ കപ്പ മോഷ്ടിക്കാൻ വന്ന വലിയ പന്നിയെലിയെയാണ് നാട്ടുകാർ ചേർന്ന് പിടിച്ച് തല്ലിക്കൊന്ന് കായലിലെറിഞ്ഞത്. സിനിമാ വാർത്തകൾ. മണ്ടൂസ് ബാനറിൽ വട്ടിയൂർക്കാവ് കുട്ടപ്പൻ സംവിധാനം ചെയ്യുന്ന പുതിയ പ്രണയ ചിത്രം. ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരന്റെ മകൾ വീട്ടിൽ ആക്രി പെറുക്കാൻ വരുന്ന ഒരു അണ്ണാച്ചിയുമായി പ്രണയത്തിലാകുന്നു. തന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടറിഞ്ഞ് ആക്രിക്കാരൻ അണ്ണാച്ചിയോടൊപ്പം കോടീശ്വരന്റെ മകൾ ഒളിച്ചോടും. പിന്നീടുള്ള അവരുടെ ജീവിതം കടത്തിണ്ണയിൽ ആമയെ കറിവച്ചും ആക്രി പെറുക്കിയും ജീവിക്കുന്നതാണ്. സംഭവ ബഹുലമായ ഈ പ്രണയ ചിത്രത്തിൽ കോടീശ്വരന്റെ മകളായി അഭിനയിക്കുന്നത് ഐശ്വര്യ റായ് ആണ്. ആക്രിക്കാരൻ അണ്ണാജിയുടെ റോൾ അഭിനയിക്കാൻ സിനിമയുടെ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റിനെ സമീപിച്ചെങ്കിലും ഐശ്വര്യ റായുമായി അഭിനയിച്ചാൽ തന്റെ ഇമേജിന് കോട്ടം തട്ടുമെന്നാണ് സന്തോഷിന്റെ സംശയം. ആയതിനാൽ ഇതുവരെ സന്തോഷ് പണ്ഡിറ്റ് സമ്മതം മൂളിയിട്ടില്ല. സ്പോർട്സ് വാർത്തകൾ. ഈ വർഷം നടന്ന കിങ്ങിണി ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഊഞ്ഞാൽ ആട്ടം മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് രാജന്. ഊഞ്ഞാൽ ആകാശത്തും രാജൻ മെഡിക്കൽ കോളേജിലും സുഖം പ്രാപിച്ചു വരുന്നു. രാജൻ വീണ പൊട്ടക്കിണർ അടുത്ത സേവന വാരത്തിന് വൃത്തിയാക്കുമെന്ന് ക്ലബ് അംഗങ്ങൾ അറിയിച്ചു. കാലാവസ്ഥ വാർത്തകൾ. എറണാകുളം ജില്ലയിൽ രൂക്ഷമായി മഴ പെയ്യാൻ സാധ്യത. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ബൈനാക്കുലർ വെച്ച് നോക്കിയപ്പോൾ രൂക്ഷമായി മഴ നോക്കുന്നെന്നാണ് അറിയിപ്പ്. ബൈനാക്കുലർ വെച്ച് നോക്കിയത് ഇഷ്ടപ്പെടാത്ത മഴ രൂക്ഷമായി പെയ്യുമെന്നാണ് അറിയിപ്പ്. നമ്മുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു. പ്രതിനിധി കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട് ക്രിസ്റ്റോ. എറണാകുളത്ത് ഇപ്പോൾ എന്താണ് കാലാവസ്ഥ? ക്രിസ്റ്റോ, എറണാകുളത്തെ കാലാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ക്രിസ്റ്റോയുടെ വീട്ടിലത്തെ അവസ്ഥ എനിക്കറിയാം. വളരെ മോശമാണ്. മനസ്സിലായില്ല. അതെ, വാർത്ത വായിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമായില്ലേ. അതുകൊണ്ട് നിന്റെ വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശമാ. എത്ര വേണം നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്. പോകാൻ ദേവപ്രിയേ, ഈ മഴയൊന്ന് തോർന്നോട്ടെ. മഴയൊക്കെ തോർന്നിട്ട് എത്ര നേരമായി. എന്നാൽ ആ വീട്ടിൽ കയറിയ വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ, ഞാൻ വീട്ടിലെത്താം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. മെറീന ഭയങ്കര ഉറക്കപ്രാന്തിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? മെറീനയുടെ ഉറക്കം നമ്മൾ ആരെങ്കിലും നഷ്ടപ്പെടുത്തി അവരെ അറ്റാക്ക് ചെയ്യും. അങ്ങനെയൊന്നുമില്ല. ഇല്ല. മെറീനയുടെ ഉറക്കം ഒരാൾ നഷ്ടപ്പെടുത്തി എന്താ റിയാക്ഷൻ ഉണ്ടാവുക? അതിപ്പോ എങ്ങനെയാ? ഭയങ്കര ടയേർഡായിട്ട് ഉറങ്ങുകയാണെങ്കിൽ
ദേഷ്യം വരും അല്ലേ? അത്ര ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ ചീത്ത പറയും. ചിലപ്പോ ചീത്ത പറയും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബ് സ്മാഷില് ഒരു ഉറക്കം നഷ്ടപ്പെട്ട ഒരാളുടെ കഥയാണ് ഡബ് സ്മാഷ് ആയിട്ട് വരാൻ പോകുന്നത്. അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന് പറയുന്ന മൂവിയിലെ ജഗതി ചേട്ടൻ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തു വെച്ച ഒരു ഡബ് സ്മാഷുമായിട്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ വരുന്നു. മതി മംഗള നിർത്ത്. അത് ഇന്റർവെൽ ആയതല്ലേ ഉള്ളൂ. മതി, ഇനി നാളെ പറയാം. അളിയന് ഉറക്കം വരുന്നു തോന്നുന്നു അല്ലേ അളിയാ? വരുന്നളിയാ. ഇനി കുറച്ചു നേരം ഞാൻ ഹരികഥ പറയാം. അപ്പൊ ഉറക്കം താനേ പോകും. എനിക്ക് ഉറക്കം വരുന്നില്ല അളിയാ. അപ്പോഴച്ഛന്റെ ഹരികഥ കേട്ടാ മതി, താനെ ഉറക്കം വരും. എന്ന് നിന്നോട് ആരാടാ പറഞ്ഞേ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ കേട്ടാൽ ഉറങ്ങുന്നവനാണോടാ? കയ്യാലപ്പെടുത്തിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പരുത്തിക്കണ അമ്മാവന് അച്ഛന്റെ ലീലാവിലാസം കേട്ട രക്തസമ്മർദ്ദം കൂടും, ആള് തട്ടിപ്പോവും. മറക്കാൻ കഴിയുമോ പ്രേമം? മനസ്സിൽ വരയ്ക്കും വർണ്ണയത്രങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയും അമ്മാവന്? എന്റെ ശ്രീപത്മനാഭ, അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ഈ പരീക്ഷണം ഭഗവാനെ? ഭഗവാന്റെ പരീക്ഷണങ്ങളെ പറ്റിയാണ് എനിക്കും പറയുവാനുള്ളത്. കുരുക്ഷേത്ര ഭൂമിയാണ് രംഗം. അടർക്കളത്തിൽ അർജുനൻ അഗ്രഗണ്യനായി അടരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശിഖണ്ഡി ഭീഷ്മാചാര്യർക്കെതിരെ. എന്താ ഇത്? മണി 1:30 വല്യണ്ണനൊന്ന് കിടന്ന് ഉറങ്ങട്ടെ. ഉറക്കം പിന്നെയും ആവാമല്ലോ. ഹരികഥ അങ്ങനെയാണോ? ശ്രോതാക്കൾ കൂടുമ്പോൾ കഥ പറയുവാനുള്ള ഹരവും കൂടും. ഉണ്ണിത്തെ, നീ ഇങ്ങോട്ടിരി. ആ കൗസല്യ കൂടെ ഇങ്ങോട്ട് വിളിച്ചു. അവള് കിടന്ന് ഉറങ്ങി. എനിക്ക് അവളോട് അസൂയ തോന്നുന്നു. അവൾക്ക് എങ്ങനെ ഇവിടെ ഉറങ്ങാൻ കഴിഞ്ഞു? വല്യമ്മ വിഷമിക്കണ്ട കേട്ടോ. മുക്കാവല ബാക്കി ഞാൻ നാളെ പറഞ്ഞു. അത് പറ്റില്ല. ആദ്യം ഹരികഥ, അത് കഴിഞ്ഞ് മതി നിന്റെ മുക്കാലും കഴുക്കോലും ഒക്കെ. അത് പറ്റില്ല. എന്നാ രണ്ടുപോയി കിടന്ന് ഉറങ്ങേ. എന്റെ മുക്കാലാണോ വലുത് അച്ഛന്റെ ഹരികഥയാണോ വലുതെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം. നാളെ കാണിക്കാവിടാ നിന്റെ ഒരു ഒടുക്കലത്തെ. ഇനി വല്യണ്ണൻ സമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിക്ക്. എന്റെ ശ്രീപത്മനാഭ, നാളെ ഇടിവെട്ടും പാമ്പ് കടിയും കൂടെ ഒരുമിച്ചാണല്ലോ. നീ എന്നെ രക്ഷിച്ചോണേ. എന്താ എന്തിനാ ഉണത്തെ നീ കരയുന്നേ? അണ്ണൻ എനിക്ക് മാപ്പ് തരണം. പാതിരായ്ക്ക് മാപ്പോ? എന്തിനാ ഉണത്തെ? ഞാൻ തെറ്റ് ചെയ്തു പോയി അണ്ണാ. ഈ വയസ്സ് കാലത്ത് നീ എന്തോ തെറ്റ് ചെയ്തു? കരയാതെ കാര്യം പറ ഉണത്തെ. എന്റെ 17ാമത്തെ വയസ്സില് 17ാമത്തെ വയസ്സിൽ എല്ലാ വെള്ളിയാഴ്ചയും ഹനുമാൻ കോവിലിൽ ഹരികഥ കേൾക്കാൻ പോയിപ്പോ വല്യണ്ണൻ എന്നെ വിലക്കി. എന്നിട്ട് ഞാൻ അനുസരിച്ചില്ല. അണ്ണന്റെ വാക്ക് കേൾക്കാതെ ഹരികഥക്കാരന്റെ കൂടെ നീ ഇറങ്ങിപ്പോയി. അതെ അണ്ണാ, അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണനെ എനിക്ക് മാപ്പ് തരണ. എന്താ നമ്മ ഇത്? മണി 2 ഈ ഹനുമാൻ കോവിലെ കഥ എത്ര പ്രാവശ്യമായിട്ട് വല്യമാനോട് പറയുന്നു. ഈ ബോധോദയം അച്ഛനെ കാണുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മംഗളം ചേട്ടൻ ഈ ഗതി വരുമായിരുന്നു. ചെല്ലേ, എനിക്ക് പോയി കിടന്നുറങ്ങിപ്പോ. വല്യമാവൻ സമാനമായിട്ട് കിടന്നുറങ്ങിയത്. എന്റെ മോളെ, നീ വന്ന് നന്നായി. ഇതൊന്ന് കണ്ണടക്കട്ടെ. പറയാൻ തുടങ്ങിയ ഒരുപാട് പറയാനുണ്ട് എന്റെ അമ്മാവാ. എന്റെ പശുക്കടയും കാര്യമേ. എന്തായാലും എന്റെ ഇന്നത്തെ ഉറക്കം പോയി. പിന്നെ ശ്രീപത്മനാഭ, ഉറക്കം ഇതുവരെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ഉറക്കം നഷ്ടപ്പെട്ട ഈ ഡബ് സ്മാഷ് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം വന്നു. ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു പാവം ക്യാരക്ടർ. എന്ത് തോന്നി മെറീന? ഉറക്കം ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമല്ലേ ലൈഫിൽ? അതെ അതെ. ശ്രീപത്മനാഭനെ വിളിച്ചോ? ഞങ്ങൾ എന്തായാലും മാർക്ക് തരാൻ പോവാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെർഫോമൻസിൽ, ഇല്ലേ? മാർക്ക് കൊടുക്കാൻ പോകുമ്പോഴേ ശ്രീപത്മനാഭാന്ന്. അതെ, വിളിച്ചോ. ഈ പ്രാവശ്യത്തെ ഈ പെർഫോമൻസിന് ഞങ്ങൾ തരാൻ പോകുന്നത് 2 stars. പറ്റും. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ അടുത്തതായിട്ട് ഒരു ഔട്ട്ഡോർ സെഗ്മെന്റ് ആണ്. ഔട്ട്ഡോർ സെഗ്മെന്റിൽ ഈ പ്രാവശ്യം നമ്മുടെ കുറുമ്പന്മാർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലാലേട്ടനും ശോഭന ചേച്ചിയും അതുപോലെ മീന ചേച്ചി ഇവരെല്ലാരും കൂടി ഒരുമിച്ചൊരു സിനിമ നാടോടിക്കാറ്റിൽ ഈ എന്താ പറയുക, ദാരിദ്ര്യം വരുമ്പോൾ നമ്മള് ചേച്ചി എന്തെങ്കിലും തരുമോ, മണ്ണെണ്ണ തരുമോ, അരിപ്പൊടി തരുമോ, മഞ്ഞപ്പൊടി തരുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ? അതേ സംഭവം തന്നെയാണ് ഇവിടെ ഇവര് ഇനാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവരുടെ ഒരു അടിപൊളി ഔട്ട്ഡോർ സെഗ്മെന്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. 6 മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണ വാങ്ങിച്ചോണ്ടിരാൻ കേട്ടില്ല. ഇപ്പൊ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. കട അടച്ചും പോയെന്ന് പറഞ്ഞ്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. കടകളൊന്നും അടയ്ക്കാറായില്ലല്ലോ. അയ്യോ, അടച്ചമ്മേ. ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു.
ഞാൻ പോയി നോക്കി. ഇന്നെന്താണെന്നറിയില്ല, നേരത്തെ എല്ലാ കടകളും അടച്ചു. ജോലി ഇന്ന് പിരിച്ചു വിട്ടോ? പിരിച്ചു വിട്ടതൊന്നുമല്ല, യൂണിയൻ പ്രശ്നം. അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന സത്യം. ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തില് ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത്. ഇത്രയും വളച്ചേട്ടുന്ന എന്തിനാ? മണ്ണെണ്ണ വേണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് മനസ്സിലായെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തുകൂടെ? അത് തന്നെ. വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ? അയ്യോ, നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. എംകോം ഫസ്റ്റ് ക്ലാസ്സുകാരെ ഒരുവിടെ തെണ്ടി നടക്കുക. അത് തന്നെ. പക്ഷെ അത് പിന്നെ അത് എംകോം ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഇത് ബികോം അല്ലേ? അതിപ്പോ അങ്ങനെയാണല്ലോ. അതെ. കടയടച്ചൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ആ, അവ ഞാനെന്തൊരു വിഡ്ഢിയാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്കടയാ. അരിയില്ലാതെ ചോറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാ. എടുത്തു കൊടുക്കും മോളെ. ഞാനെന്തൊരു വിഡ്ഢിയാന്ന് ആലോചിക്കുക. അപ്പോ മണ്ണെണ്ണ വേണ്ടല്ലോ? വേണ്ട, അല്ലെങ്കിൽ വേണ്ട. തന്ന സ്ഥിതിക്ക് തിരിച്ചു തരുന്നത് ശരിയല്ലല്ലോ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. മറീന, നമുക്കൊരു ഡബ് സ്മാഷ് കാണാം അല്ലേ? നമുക്ക് മമ്മൂക്കയും പൃഥ്വിരാജും കൂടി ചേർന്ന് അഭിനയിച്ച ഒരു മൂവി ഉണ്ട്. യെസ്, പോക്കിരി രാജ. പോക്കിരി രാജ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ പോക്കിരി രാജയിൽ ഒരു എന്താ പറയാ, സുരാജ് ഏട്ടനും സലീം ഏട്ടനും ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒരു ഹ്യൂമർ ഡബ് സ്മാഷ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ കട്ടുറുമ്പുകളൊക്കെ റെഡി അല്ലേ? അപ്പൊ നമുക്ക് അവരെ വളരെയധികം സ്നേഹത്തോടെ ക്ലാപ്സോടുകൂടി സ്വാഗതം ചെയ്യാം. അയ്യോ, ആരോ കരയുന്നു. ആരാ? ഏത് കട്ടുറുമ്പ്? ആ, ചേട്ടനായിരുന്നോ? ആനപ്പാപ്പനായിരുന്നോ? ആനപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ കരയാമോ? മോശമല്ലേ? എന്താ പാപ്പമാർക്ക് കരഞ്ഞൂടെ? അല്ല, അങ്ങനെയല്ല. ഒരു ആനപ്പാപ്പ എന്ന് പറയുമ്പോ ഒരു എടുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചുമ്മാ കരയുന്നേ? മോനോട്ട് ഞാൻ പറയണൊന്നും അനുസരിക്കുന്നില്ല. അയ്യോ, മോനൂട്ടനോ? അതാരാ? ഓ, ആന. മോനൂട്ടൻ എന്തുകൊണ്ടാ അനുസരിക്കാത്തത്? അവ എന്തിനാ കരയണേ? പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു മടുത്ത്. കരയുന്ന കാര്യം പറഞ്ഞപ്പോ ചേട്ടാ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉത്സവ പറമ്പിലൊക്കെ നമ്മള് കണ്ടിട്ടില്ലേ, മെറീന ആന ഇങ്ങനെ നിക്കുമ്പോ കണ്ണിന്ന് ഇങ്ങനെ കണ്ണീര് വന്നോണ്ടിരിക്കും. മെറീന അത് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ആന ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. കൊച്ചി കണ്ടിട്ടുണ്ട്. സോറി. ആനനെ നോക്കണം. അപ്പൊ വേറെ വല്ല അവന്മാരെ നോക്കിട്ട് കാര്യം. ഞങ്ങളുടെ ഗസ്റ്റിന് ഞാൻ സംസാരിക്കാം. അപ്പൊ ഈ ആന എന്തിനാ ഉത്സവ പറമ്പിലിരുന്ന് കരയുന്നതിന് ചേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? അതോർത്ത് എനിക്കും കരച്ചിൽ വന്നിട്ടുണ്ട് ഒരുപാട് വട്ടം. എന്തിനാ കരയുന്നേ? അത് ഞാൻ പറഞ്ഞതാ. ഉത്സവല്ലേ? അതെ. കുറേ ആൾക്കാരുണ്ടാവും. അതെ. അതിനിടയ്ക്ക് കുറേ പെണ്ണുങ്ങളും ഉണ്ടാവും. അതെ. നല്ല ഭംഗിയുള്ള സാരിയൊക്കെ എടുത്ത് നല്ല ഉടുപ്പൊക്കെ ഇട്ട് പെൺപിള്ളേരൊക്കെ ഉണ്ടാവും അല്ലെ? ഇതിന്റെ ഇടയില് ഇത്രയും വലിയൊരാള് തുണിയില്ലാതെ ഉടുപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ നിക്കണം. ആ ഒരു അവസ്ഥ ആലോചിച്ച് ആർക്കായാലും അവസ്ഥ. അപ്പൊ കരച്ചിൽ വരില്ലേ കുട്ടിക്ക്? തുണിയില്ലാതെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കരച്ചിൽ വരും. അതാണോ ആനയുടെ പ്രശ്നം? എനിക്കും വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നം. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഒരു തോർത്തെങ്കിലും മേടിച്ചു കൊടുക്കാം പാവത്തിന്. ഈ തോർത്ത്? ഈ തോർത്തോ വേറെ ഏതെങ്കിലും തോർത്തോ? അവന്റെ എവിടെ കെട്ടാന? കാലിന് മാത്രമുള്ളൂ കെട്ടാൻ പറ്റി, എത്തത്തില്ലല്ലോ. മാത്രല്ല എല്ലാ ടെക്സ്റ്റൈൽസിലും കയറി ഇറങ്ങി. അവനൊത്ര തുണി കിട്ടണ്ടേ? കിട്ടുന്നില്ല. ആകെ ശരി, അതൊക്കെ പോട്ടെ. ഈ തോട്ടി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? തോട്ടി കൊണ്ട് പ്രയോജനല്ലേ ഉള്ളൂ. എന്ത് പ്രയോജനം? നമ്മളിങ്ങനെ ആനപ്പുറത്തിരിക്കുമ്പോ ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള എല്ലാ
സാധനങ്ങളും നമുക്കിങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അപ്പൊ ഇങ്ങനെയാണല്ലേ കട്ടെടുക്കുന്നത്? അതെ അതെ അതെ, നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിള്ളേരുടെ ഈ ഫ്ലോറിലേക്ക് ആനപ്പാപ്പൻ ആനയും കൊണ്ട് എന്തിനാ വന്നത്? അത് ആനക്കൊരു ഇൻട്രസ്റ്റ്. ആനക്ക് ഇൻട്രസ്റ്റോ? ഈ ഫ്ലോറിൽ വരാനോ? എന്താ ഉത്സവത്തിന് കൊണ്ടുപോയി അവൻ ഈ വെട്ടും വെളിച്ചവും കാണുന്നിടത്ത് അപ്പ കേറി വരും. ഓ, അതുകൊണ്ടാണോ? അവനൊരു ചാൻസ് കൊടുക്കണം പ്ലീസ്. അയ്യോ, ചാൻസോ? കൊച്ച ഒന്ന് പറ കൊച്ചി, അവനുമായിട്ട് നിങ്ങളൊന്ന് ചാറ്റ്. ആനക്ക് ഞങ്ങൾ എന്ത് ചാൻസ് കൊടുക്കാനാ? അവനെ നിങ്ങൾ ചാറ്റ് ചെയ്തോളി. ചാറ്റോ? ആനേനെ അവനെ അവിടെ കൊണ്ടിരുത്തുക. അയ്യോ, എനിക്ക് ആനേനെ അങ്ങനെ, എനിക്ക് ആന ഭയങ്കര പേടിയാ. അടിപൊളി പെർഫോമൻസ് അല്ലേ അവൻ കാഴ്ചവെക്കുന്നത്. എന്തൊക്കെ ചെയ്യും ചേട്ടന്റെ ആന? എന്തൊക്കെ പെർഫോം ചെയ്യും? അവൻ ജിമിക്കും കമ്മലും കളിക്കും. ജിമിക്കും കമ്മലും കളിക്കോ? പിന്നെ അപ്പൊ ഷേപ്പ് ഓഫ് യു അവന്റെ ഒരു ഡാൻസ് ഉണ്ട്, ഞാൻ നാടിച്ചിട്ട് പോലും ഉണ്ട്. അതേതാ? ബെല്ലി ഡാൻസ് ആയിരിക്കും. ബെല്ലി ഡാൻസ് കിട്ടില്ലെന്നാ. അപ്പൊ ഈ ആന ഇതൊക്കെ ചെയ്യൂലേ? പക്ഷെ നമ്മുടെ ഈ സെറ്റ് ഒക്കെ വലിയ തയ്യാറെടുപ്പൊന്നും വേണ്ട. പിന്നെ ഈ ഒരു പോർഷൻ അങ്ങോട്ട് കളഞ്ഞാ മതി. ഈ സെറ്റ് പൊളിക്കാൻ പറയുന്നു. ആരെയും കേക്കണ്ടോ ഇതൊക്കെ? അവനെ കേറ്റി ഇങ്ങോട്ട് വിടാം. പിന്നെ അവന് ഡാൻസ് കളിക്കണ്ട. അവനുള്ളേ എത്ര വർഷമായി ഈ ആനയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 25 വർഷം. 25 വർഷമായോ? അപ്പൊ 25 വർഷം കൊണ്ട് ആനയും കൊണ്ട് നന്നായി സമ്പാദിച്ചിട്ടുണ്ടാവൂലോ? സമ്പാദിച്ചിട്ടില്ല അല്ലേ? സമ്പാദിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ ശരി. അപ്പൊ ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഞങ്ങൾ സാധിച്ചു തരാം, പറഞ്ഞു. ആ നിൽക്കുന്ന ആനയെ ഒന്ന് തൊടണം, അതിന്റെ പുറത്തുനിന്ന് കേറി ഇരിക്കണം. അതൊക്കെയാണ് ആനപ്പാപ്പാനാന്ന് പറഞ്ഞിട്ട് ആന പിടിച്ചേ. അതെ, ആ നിൽക്കുന്ന ആനയുടെ വിചാരേ ഞാനാ ഒറിജിനൽ പാപ്പാനെന്നാ. അവൻ അവിടെ മാതാണെങ്കിൽ നിൽക്കാം, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. അയ്യോ, ഇന്നാ തോട്ടി ഉണ്ടോ? ഇവരെ കൊണ്ടൊക്കെ മടുത്തല്ലോ ദൈവമേ. നമ്മുടെ കുട്ടികൾ ഇവിടെ ആനെ പേടിച്ച് പോയോ എന്തോ? കുട്ടികളെ വാ, പോക്കിർ രാജയുടെ ഡബ് സ്മാഷ് കാണാനായിട്ട് എല്ലാവരും റെഡിയാണ്. കം കം കം. ആരാ? ഞാൻ മനോഹരൻ മംഗളോദയം, നിങ്ങളുടെ അയൽവാസിയാണ്. സർവോപരി കേരളത്തിലെ സ്ത്രീജനങ്ങൾ നെഞ്ചിലേറ്റിൽ ആളിക്കുന്നൊരു നോവലിസ്റ്റ് കുട്ടിയാണ്. മനസ്സിലൊരു കുളിർമഴ. അതെ, എന്റെ തൂലുകയിൽ നടന്നു വീണ മറ്റൊരു മുത്തുമണിയാണ്. നോ, മനോഹരേട്ടൻ. ഹലോ, അയ്യോ, എന്നെ പിടിച്ചു വെട്ടരുത്, ഞാൻ പാവോട്. നീ പിടിപിടി ഓടട്ടെ. അയാൾ നമ്മുടെ അയൽവാസിയാ, എഴുത്തുകാരൻ മനോഹരൻ മംഗളോദയം. ഇത് നേരത്തെ പറയണ്ടടി, ഞാൻ കരുതി കള്ളനായിരിക്കും. അതല്ലേ പോലീസിനെ വിളിക്കാൻ ഓടിയത്. ഏട്ടനല്ലേ പോലീസ്? അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. വന്നേ ഒന്ന്. ഹലോ, ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗുണൻ, ഈടിവെട്ട് സുഗുണൻ. ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. അതാരും സ്വയം പറയാറില്ല. അതിരിക്കട്ടെ, എന്നെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതോ, ഞാനും ഭാര്യയും കൂടെ കള്ളനും പോലീസും കളിക്കായിരുന്നു. ജസ്റ്റ് ഫോർ എ ഹൊറർ. പേടിപ്പിക്കാടി. അല്ല, എന്താ വാക്ക്? അതേ മുറ്റത്ത് കിടന്ന് കിട്ടിയതാ. വെട്ടില്ല. ഹാജരാക്കൂ. ഞങ്ങൾ പോലീസുകാരൊക്കെ ഇങ്ങനെയാണ്. ഒരു കാര്യമില്ല, വന്നോളൂ. പാടിയേ വാ. മുടിയാ, എന്നെ പേടിക്കണ്ട. കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ചെറുപ്പക്കാരൻ. ഓ, സൂര്യ. എന്റെ ആളെയും കുളിക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. സൂര്യ എന്റെ ചെകുത്താന്റെ പേര്. സ്വന്തം മകന് പറ്റിപ്പോയി. ഇതെന്റെ ഭാര്യ രമണി. ആണോ? എഴുതോ? പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പ്രേമലേഖനം എഴുതുന്ന കാര്യമല്ല ചോദിച്ചത്, നോവൽ എഴുതുന്നു. അയ്യേ, ഈ നോവൽ എഴുതാനൊന്നും എന്നെ കിട്ടില്ല. സാറിന്റെ മനസ്സിലൊരു കുളിർമഴ ഒരുപാട് രാത്രിയിൽ എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട്. So many ladies like this. അതിനെന്താ? സൂര്യ, ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ. എന്നെ ഭയങ്കര പേടിയാ. സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങി ഇറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നേ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ ആ സൂര്യ, ഒരു ഗജ പോക്കരിയ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ഒരു ഗജപോക്രിയെ മെരുക്കാൻ അളിയന്റെ അടുത്ത് ഏൽപ്പിക്കുന്നു. അളിയനാണെങ്കിൽ പോലീസ്. മനോഹരമായ തീം.
അല്ല എങ്ങനെ മെരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതാ സൈഡിലെങ്ങാനും കിടന്ന് മെരുങ്ങിക്കോളും. പാടില്ല, അയാളെ എനിക്ക് വിട്ടുതരൂ. എന്തിന്? ഏത് ഗജപോക്കരുടെ മനസ്സ് മാറ്റാനുള്ള ഫോർമുല എന്റെ കയ്യിലുണ്ട്. എന്ത് ഫോർമുല? പ്രണയം. അവന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുപാക്കിയാൽ മതി. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. എന്തോന്നു? പക്ഷെ പ്രേമിക്കാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? ഞാനൊന്ന് ട്രൈ ചെയ്താ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നു മുതൽ സൂര്യയെ എനിക്ക് വിട്ടു. എന്തിന്? അത് വഴിയെ മനസ്സിലായിക്കൊള്ളു. പുറത്തിറങ്ങുമ്പോൾ ഇനി മുതൽ ഞാനും അവന്റെ ഒപ്പം ഉണ്ടാകും. ജസ്റ്റ് ഫോർ എ കൂൾ. വിസ്മയ, ഇന്നത്തെ സ്റ്റാർ വിസ്മയായിരുന്നു. വിസ്മയുടെ എക്സ്പ്രഷൻസ് ആയിരുന്നു ഇന്ന്. ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞിട്ട് എന്താ പറഞ്ഞ മനസ്സിലൊരു വിസ്മയ അടിപൊളിയായിരുന്നു കേട്ടോ. മിടുക്കിയായിട്ട് പെർഫോം ചെയ്തു അല്ലേ? മോളും നന്നായിട്ടുണ്ട്. മോള് തെസ്നി ചേച്ചിയുടെ റോളും വിസ്മയ ബിന്ദു ചേച്ചിയല്ല, ബിന്ദു പണിക്കരല്ല, നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. ആൻഡ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ ഞാൻ ഇവര് ഒരുമിച്ച് ചെയ്യുന്നത്. മേ ബി ഒരു ഡ്രസ് ഇട്ടുണ്ടാവും ആയിരിക്കും. ആദ്യമായിട്ടാണ് കാണുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫോമൻസ്. ശരിക്കും ഇവര് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എവിൻ കെവിൻ മാറിപ്പോകുന്നത്. പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട്, പഠിച്ചു വരുന്നേ ഉള്ളൂ. പൃഥ്വിരാജും നന്നായിരുന്നു. വെൽക്കം. അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പെർഫോമൻസ് കേട്ടോ. ഇതുപോലെ അടിപൊളിയായിട്ട് എന്നും പെർഫോം ചെയ്യണം. പ്രോമിസ്? ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങള് സ്റ്റാർസ് തരാം അല്ലേ? നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തോണ്ട് 1, 2 and 3. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോ സ്പെഷ്യൽ എന്താ പറയുക പെർഫോമൻസുകൾ ഉണ്ടാവും. നമുക്ക് ഇന്ന് നമ്മുടെ ഈ സീറ്റിലിരിക്കാനായിട്ട് ഒരു സുന്ദരി വാവ, ഒരു കൊച്ചു മിടുക്കിയാണ് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത്. ആ കൊച്ചു മിടുക്കിയുടെ പേരാണ് ജോവാന. ഹലോ, അറിയോ എന്നെ? പേരെന്താ പറയൂ, പേരെന്താ? ആ, ജോവാന. ജോവാന. ജോവാന എന്ന പേരുന്ന് ആരാ പറഞ്ഞേ? അപ്പ പറഞ്ഞാണോ? ഓ, എന്റെ പേര് അറിയോ എന്താന്ന്? അറിയില്ല. സ്വാസിക. പറഞ്ഞേ. സ്വാസിക. ആ, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ആ ചേച്ചിയുടെ പേരെന്താന്നറിയോ? മെറീന. ഹായ് പറയൂ. മെറീന ഹായ്. അപ്പൊ ജോവാന എവിടെന്നാ വരുന്നേ? കടുത്തുരുത്തിന്നാ. ആരെ കൂടെ വന്നിട്ടുള്ളത്? ആരത്? അപ്പായി. അപ്പായി. അപ്പായിന്നാ വിളിക്കാ? ആണോ? അതെ. ആഹാ. അപ്പായിയുടെ പേര്? ചേട്ടാ പേര് പറയൂ. ജയ്മോൻ. ജയ്മോൻ. എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. ടീച്ചറാണ്. ഓക്കെ. മോളുടെ അതേ സ്കൂളിൽ തന്നെയാ? അല്ല, വേറെ സ്കൂളിലാണ്. വേറെ സ്കൂളിലാണ്. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? UKG. UKG. ആ സ്കൂളിലാണോ പഠിക്കുന്നത്? സ്കൂളിന്റെ പേര് വേറൊരു പേരുണ്ടാവില്ലേ UKG എന്നല്ലാതെ ഒരു പേര്? സെന്റ് സ്റ്റീഫൻ ഇംഗ്ലീഷ് മീഡിയം ഉഴവൂർ. ഓ, മിടുക്കി. എന്നിട്ട് UKG പഠിക്കുമ്പോ UKG എന്തൊക്കെയാ പഠിപ്പിക്കുന്ന മോളെ? ഇംഗ്ലീഷ്, മാത്സ്, GK അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും ഇഷ്ടം ഏതാ പഠിക്കാൻ? GK ആണ് ഇഷ്ടം. വെരി ഗുഡ്. പിന്നെ എക്സാംസ് ഒക്കെ വരുമ്പോ നല്ല മാർക്ക് വാങ്ങിക്കാറുണ്ടോ ജോവാന? ഉണ്ട്. എത്ര മാർക്ക് വാങ്ങിക്കും? ചിലപ്പോ 100 അടി എഴുതി കാണും, ചിലപ്പോ 50 എഴുതി കാണും. ചിലപ്പോ 100 അടിയിൽ എഴുതും, 50 മുകളിൽ എഴുതും. അങ്ങനെയാണോ? അതെ, 50. അതെ. അങ്ങനെ 100 അടിയിൽ എഴുതിയിട്ട് മുകളിലും 100 എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? 200. ടീച്ചർമാരെല്ലാം നോക്കുന്നത് വേറെയാണ്. ആ, അപ്പൊ സ്റ്റാർ ഒക്കെ കിട്ടാറുണ്ടോ സ്കൂളില്? ഹോംവർക്ക് ഒക്കെ നന്നായി ചെയ്യുമ്പോ? സ്റ്റാർ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ സ്കൂളില് ഒരു സ്റ്റാർ ആണല്ലേ? സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അതെയാ? ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? അപ്പൊ എന്തായാലും നമ്മുടെ ദുൽഖർ സൽമാൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒരു ഭാവിയില് നായികയാക്കായിരിക്കും അല്ലേ? അല്ലെങ്കിൽ മോളായിട്ട് അഭിനയിച്ചാലും മതി അല്ലേ? അല്ലേ? എന്താണെങ്കിലും മതി അല്ലേ? മെറീനയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ ചോദിക്കാ? ജോവാനയുടെ ഫാദർ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോ. ഓ, അതെയോ? ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. അഭിനയിക്കുന്ന ചേട്ടൻ അഭിനയിക്കോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. എന്റെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു സീരിയല്
പിന്നീട് 2009 അമ്മ മനസ്സെന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു മായ വിശ്വനാഥിന്റെ കൂടെ. ഇപ്പൊ CIAക്കകത്ത് വർക്ക് ചെയ്തിരുന്നു, ക്രൂവിലുണ്ടായിരുന്നു. മോളും ഉണ്ടായിരുന്നു ദുൽഖറിന്റെ കൂടെ ആ പടത്തില്. മോളുണ്ടായിരുന്നോ ആ പടത്തില്? ഞാനുണ്ടായിരുന്നു. എന്താ ചെയ്തത് ആ പടത്തില്? ആ പടത്തിൽ സീനിന് ചെയ്തായിരുന്നു. അവസാനം പഠിത്തിട്ട് കിടന്ന് കരഞ്ഞു. ഭയങ്കര പാടായിരുന്നു അല്ലേ അഭിനയിക്കാൻ? അടുത്ത പ്രാവശ്യം മുതൽ ഈസി ആയിട്ടുള്ള സീൻ ഇട്ട് തരാൻ പറയൂ ഡയറക്ടറോട്. കേട്ടോ? കേട്ടോ? കേട്ടു. പിന്നെ പാട്ട് പാടുവോ? അതെ. ഏത് പാട്ട്? ഞങ്ങൾക്കൊരു പാട്ട് പാടി തരുമോ? ഏത് പാട്ടാ പാടിത്തരാ? മിന്നാമിനിയുടെ പാട്ടാ? നമുക്ക് മിന്നാമിനിയുടെ ഒരു അടിപൊളി പാട്ട് ജോവാന പാടിത്തരും. അടിപൊളിയായിരുന്നു കേട്ടോ. ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു പാടത്തൊക്കെ അല്ലേ? ഈ പഠിപ്പിച്ച ഈ പാട്ടെന്ന് ചോദിക്കുന്നു. ആരാ പഠിപ്പിച്ചത്? കുഞ്ഞാന്റിയാണ് പഠിപ്പിച്ചത് അല്ലേ? അപ്പൊ കുഞ്ഞാന്റി പഠിപ്പിച്ചപ്പോ കൊറേ തല്ലൊക്കെ വാങ്ങിച്ചോ? ഇത് തെറ്റിപ്പോയി, ഇത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞോ? അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് പഠിച്ചോ? കൊറേ പ്രാവശ്യം എടുത്തു അല്ലേ പഠിക്കാൻ? അപ്പൊ എന്താ നേരത്തെ ഒരു സംഭവം പറഞ്ഞല്ലോ, സ്കൂളിൽ വെച്ച് ഡാൻസ് കളിച്ചപ്പോ എന്തോ ഒരു പ്രശ്നം പറ്റി മോൾക്ക്. അതെന്തായിരുന്നു? സ്റ്റേജില് എന്താ പറ്റിയതെന്ന്? പാവാടി ഊരിപ്പോയി. പാന്റ് ഉണ്ടായിരുന്നു പക്ഷെ പാവാട ഊരിപ്പോയി അല്ലേ? എന്ത് പറ്റി? അത്രയ്ക്ക് ഡാൻസ് ആയിരുന്നോ? മുറുക്കിയല്ല കെട്ടിയത്. അതാണ് പ്രശ്നം. ആരെ കെട്ടിത്തന്നേ? ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ മുറുക്കി കെട്ടിക്കൊടുത്തില്ല പാവം കൊച്ച്. അപ്പൊ വിഷമായോ? പിള്ളേരൊക്കെ കളിയാക്കിയോ? കൂട്ടുകാരൊക്കെ കളിയാക്കിയോ? അപ്പൊ മോൾ എന്ത് ചെയ്തു? ഞാനിങ്ങനെ ചിരിക്കരുത് ഇത്. പിന്നെ അമ്മ എവിടെ? അമ്മ ഇറ്റലിയിലുണ്ട്. അമ്മ ഇറ്റലിയിലാണല്ലോ. അയ്യോ, അപ്പൊ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? അമ്മ ജോലി ചെയ്യുന്നുണ്ട്. സോ സ്വീറ്റ്. അമ്മ മിസ് ചെയ്യുന്ന വെച്ചാൽ അമ്മേനെ മോക്ക് അമ്മയെ കാണണം എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ എന്നാ മൈക്കിൽ നോക്കിട്ട് അമ്മയോട് പറ, ഹായ് അമ്മ, ഐ ലവ് യു അമ്മ എന്നൊക്കെ പറ. ആ മൈക്കിൽ നോക്കി പറ. ഹായ് അമ്മ, ഐ ലവ് യു മമ്മ, മിസ് യു മമ്മ എന്ന് പറ. മിസ് യു മമ്മ. കൊടുത്തോ? നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റായിട്ട് എല്ലാ കട്ടുറുമ്പുകളും ഇവിടെ കളിച്ചൊരു ഡാൻസ് ആണ് ജിമിക്കി കമ്മൽ. കളിക്കോ? അപ്പൊ ഇവിടെ നിന്നോ, റെഡി ആയിട്ട് നിന്നോ. പാട്ട് ഇപ്പൊ വരും.
ബൈ. ബൈ. അപ്പൊ എന്തായാലും ജിയാനയുടെ അച്ഛനെയും മെറീന വരൂ. ജിയാനയുടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതുകൊണ്ട് ജിയാനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ? പാവം കുട്ടി. ഗിഫ്റ്റ് വേണ്ട മോൾക്ക്? എന്നാ ഗിഫ്റ്റ് വാങ്ങിച്ചോ, ചേച്ചി തരും. അപ്പൊ എന്തായാലും അച്ഛാ ഒരുപാട് സന്തോഷം മോളെയും കൊണ്ട് വന്നതിൽ. ഇനിയും ഇതുപോലത്തെ ഇതിൽ വരണം, ഞങ്ങൾ വിളിക്കുമ്പോൾ വരണം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിന്റെ ഒരു ബ്യൂട്ടിഫുൾ അമേസിംഗ് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത കുറെ പെർഫോമൻസുകളായിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. മേരിക്കുണ്ടൊരു കുഞ്ഞാട്. മനസ്സിലായില്ല? ഇത് വിജയൻ, ഞാൻ ദാസൻ. ഓർക്കുമ്പോ തന്നെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഡൈനിങ് ടേബിളിൽ ഇരുന്ന അച്ഛന്റെ താറാവും ബ്രെഡും ഞാൻ കഴിച്ചു. സ്വന്തം കാര്യങ്ങളെല്ലാം ചൊല്ലി കാണിച്ചിരുന്നു. കളർഫുൾ പെർഫോമൻസ്. എന്ത് ഭംഗിയാ നിങ്ങളെയൊക്കെ കാണാൻ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. അല്ലേ ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല.